morning. Morning, sir. So today we will start with a new topic. So in continuation with moving charges and magnetism, the next chapter is electromagnetic induction. സ്കൂളിൽ കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട് എവിടെയൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. നേരത്തെ നമ്മൾ പഠിച്ച ചാപ്റ്ററിന് ഒരു റിവേഴ്സ് ആയ ടോപ്പിക്കാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞെന്താ, കറണ്ടിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാം. തിരിച്ചു പറയാൻ പോണേ, മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉണ്ടാക്കാം. ഈ ചാപ്റ്റർ പറയാൻ പോണതാണ്. ഇതിനു മുമ്പ് പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് കറണ്ടിന് മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യാം. സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്, സറൗണ്ടിങ് സ്പേസിൽ ഫീൽഡ് ഉണ്ട്, സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ട്, ആക്സിസിലും സെൻറ്ററിലും എല്ലാം ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. 2 വയേഴ്സ് ക്യാരിയിങ് കറണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കും പുറത്തുമൊക്കെ ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ കവറപ്പ് ചെയ്ത ചാപ്റ്ററിൽ പഠിച്ചത് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റാണ്. കറണ്ട് ഉണ്ടോ മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകും, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റുപാടും ഫീൽഡ് ഉണ്ടാകും. തിരിച്ചു പറയാമോ, ഫീൽഡ് വെച്ചിട്ട് കറണ്ട് ഉണ്ട്. കറണ്ടിന് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടോപ്പിക്. മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട്, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നതിൽ എന്ത് പറഞ്ഞുവോ അതിൻ്റെ റിവേഴ്സായ കാര്യങ്ങളാണ് ഇതിൽ വരാം. അതായത് എന്തുകൊണ്ടെന്നല്ല പറഞ്ഞേ, അങ്ങനെ കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രോ മീൻസ് ഇലക്ട്രിക് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി produced by magnetic induction. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണം. ഇൻഡ്യൂസ് ചെയ്യാന്നുള്ള വാക്ക് എന്താണ്? ഇൻഡക്ഷനുള്ള വാക്ക് ഇൻഡ്യൂസ് ചെയ്യാം. മലയാളത്തിൽ പറയാം പ്രേരിപ്പിക്കാന്ന്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്താൽ ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ ഇൻഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ് in a closed circuit. അതാണ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഹെഡിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ. ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒറ്റ വാക്കായി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചോദിച്ചാൽ അപ്പോൾ എന്ത് പറയാം? സിമ്പിളായ ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാഗ്നറ്റിക് ഇൻഡക്ഷൻ മീനിങ് എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഞാനൊരു ക്ലോസ് സർക്യൂട്ട് വരയ്ക്കാം, ഒരു സോളിനോയിഡ് വരയ്ക്കാം. ഞാൻ ഒരു സോളിനോയിഡാണ് കേട്ടോ. സോളിനോയിഡ് എന്ന് പറഞ്ഞില്ല, ഒരു സ്പ്രിംഗ് ഷേപ്പിലുള്ള കണ്ടക്ടർ. ആ സോളിനോയിഡിൻ്റെ 2 അറ്റങ്ങളെ ഞാൻ ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ പോകും. ജി ഈസ് എ ഗാൽവനോമീറ്റർ. കറണ്ടിൻ്റെ പ്രസൻസ് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം പഠിച്ചു കഴിഞ്ഞു. ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ വല്ല ഈ സർക്യൂട്ടിൽ വല്ല കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്താ കാരണം? ഇതിൽ കറണ്ട് സെൻഡ് ചെയ്യുന്ന വല്ല സോഴ്സ് നമ്മൾ വച്ചിട്ടുണ്ടോ? ഒരു ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സോ ഈ സർക്യൂട്ടിൽ ഈ കറണ്ടിൻ്റെ പ്രസൻസ് ഈ ഗാലമീറ്റർ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, ബിക്കോസ് കറണ്ട് ഇല്ല. പക്ഷെ കറണ്ട് ഉണ്ടാക്കാൻ പോണത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് ഒരു ബാർ മാഗ്നറ്റാണ്. ആ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും കാണിച്ചിട്ടുണ്ട്. ഇത് താഴേക്ക് ഒരു ആരോ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് ടുവേർഡ്സ് ദ അപ്പർ എൻഡ് ഓഫ് ദി സോളിനോയിഡ്. ഈ വരച്ച സോളിനോയിഡാണ്. 2 ends ആർ കണക്റ്റഡ്. ഇതാണ് സോളിനോയിഡിൻ്റെ 2 അറ്റങ്ങൾ. ആ 2 അറ്റങ്ങളെ നമ്മൾ വയറെടുത്തിട്ട് ഗാലനോയിഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കിയേക്കുന്നു. സർക്യൂട്ട് ക്ലോസ്ഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനിഷൻ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ പറയാൻ പോകും. സിമ്പിൾ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സിമ്പിൾ ഡെഫിനിഷനാണ്. പക്ഷെ അതായത് മാർക്ക് കിട്ടില്ല. കുറച്ചൊരു ലെങ്തി ഡെഫിനിഷൻ ഉണ്ട്, അതിലേക്ക് തന്നെ പോകും. അപ്പോൾ അത് ആ ഡെഫിനിഷനിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഒരു ഇലസ്ട്രേഷൻ കൊണ്ടുവരാണ്. There is a coil which is a spring shaped coil, what we call a solenoid, whose ends are connected to a sensitive galvanometer. So this circuit will become a closed circuit.
ഇതൊരു കീ വെച്ചിട്ട് തുറക്കം അടയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പം ഇത് ഓപ്പൺ സർക്യൂട്ടായി. ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഇത് ആ കീ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് സർക്യൂട്ടായി. ക്ലോസ് സർക്യൂട്ട് പ്രാധാന്യമുണ്ട്. സർക്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു കാര്യമൊന്നും നടക്കില്ല. സർക്യൂട്ട് ക്ലോസ് ചെയ്തിരിക്കണം. കീ വെക്കണമെങ്കിൽ വയ്ക്കാം, അങ്ങനെയാണ് കീ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഒരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ഈ സോളിനോഡിൻ്റെ മുകൾ ഭാഗത്തേക്ക് അടുപ്പിക്കുകയോ അകത്തി കൊണ്ടുപോവുകയോ ചെയ്യാം. അല്ലെങ്കിൽ സൗത്ത് പോൾ വെച്ചിട്ട് ഇതേ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞുവിടാൻ പോകുന്നത് നോർത്ത് പോൾ ആദ്യം കൊണ്ടുവരുന്നു. ഇതിൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. ഇത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ കറണ്ട്. നമ്മൾ കറണ്ട് പാസ് ചെയ്തോ ഇതിൽ? ഇല്ല. പക്ഷെ കറണ്ട് ഉണ്ടായോ? ഉണ്ടായി എന്ന് മനസ്സിലായി. പോയിന്റ് ഓഫ് ദി ഗാലനോമീറ്റർ എങ്ങോട്ടെങ്കിലും ഡിഫ്ലക്ട് ചെയ്തു. ഗാലനോമീറ്റർ 0 റീഡിങ്ങിൽ ഇരുന്നിരുന്നത് ഇപ്പം എത്രയോ റീഡിങ്ങിലേക്ക് വന്നു. റീഡിങ് എത്രയുണ്ട്? അത് എത്ര കറണ്ട് ഉണ്ടായി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പോയിന്റർ ഏത് ഡിവിഷനിലേക്ക് മാറും എന്നുള്ളത്. ഒരു ഡിവിഷനിൽ, 2 ഡിവിഷനിൽ, 5 ഡിവിഷൻ എത്രയെങ്കിലും ഈ 0-ലിരിക്കുന്ന റീഡിങ് പോയിന്റ് ഓഫ് ദി ഗാലനോമീറ്റർ ഏതോ ഒരു റീഡിങ്ങിലേക്ക് ഇപ്പം കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്തപ്പോൾ, ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മൂവ് ചെയ്തപ്പോൾ ഒരു കറണ്ട് ഇതിൽ ഇൻഡ്യൂസ്ഡായി സർക്യൂട്ടിൽ. ആ ഇൻഡ്യൂസ് കറണ്ടിൻ്റെ പ്രസൻസ് ഈ ഗാലനോമീറ്റർ തരും. ഗാലനോമീറ്ററിൻ്റെ പോയിന്റർ ആ കറണ്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു സൂചന തരും. കാരണം ആ പോയിന്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മൂവ്മെൻറ്റ് നിർത്തി, ഇതിൻ്റെ മൂവ്മെൻറ്റ് നിർത്തി എന്ന് വിചാരിക്കുക. ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഞാൻ ഈ കാണിച്ചത് വിചാരിക്കുക, ഇത് സൗത്ത് പോൾ. അപ്പോൾ ആ നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു റിഫ്ലക്ഷൻ കിട്ടും. അത് ഞാൻ അനക്കാതെ വെച്ചേക്കാന്ന് വിചാരിക്കട്ടെ. ഇതിൻ്റെ അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഉള്ളിൽ ഈ സോളിനോഡിൻ്റെ അകത്തോ, അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിലാണ് ഇത് മൂവ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ സൈഡിലോ, ഈ സൈഡിൽ കൂടിയാണ് മൂവ് ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഇതിൻ്റെ നെയ്ബർഹുഡ് എന്ന് പറയും. ഈ സോളിനോഡിൻ്റെ നെയ്ബർഹുഡിൽ അതിൻ്റെ ഉൾഭാഗത്തോ പുറത്തോ എവിടെയാണെങ്കിലും ആകാം, ഈ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രം ഒരു കറണ്ടിൻ്റെ സൂചന ഈ പോയിന്റിൽ തരും. കറണ്ട് ഉണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ, ഒരു സൂചന ഈ പോയിന്റിൽ തരും. അനക്കാതെ വെച്ചേക്കാണെങ്കിൽ ഈ പോയിന്റർ 0 റീഡിങ് കാണിക്കും. ഈ ബാർ മാഗ്നറ്റ് എത്ര അടുത്ത് വെച്ചാലും അനങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ നോ മോഷൻ മീൻസ് സ്റ്റേഷനറി. മാഗ്നറ്റ് ഈസ് സ്റ്റേഷനറി. നോ ഇൻഡ്യൂസ് കറണ്ട്, നോ കറണ്ട് അറ്റ് ഓൾ. ഉണ്ടാവുന്ന കറണ്ടിൻ്റെ പേരാണ് ഇൻഡ്യൂസ് കറണ്ട്. ഈ കോയിലിൽ ഉണ്ടായ കറണ്ടിൻ്റെ പേരാണ് ഇൻഡ്യൂസ് കറണ്ട്. കാരണം നമ്മളൊരു ഫീൽഡ് ഇതിലേക്ക് കൊണ്ടുവരാണല്ലോ. ഇതിൻ്റെ ചുറ്റും ഫീൽഡ് ഉണ്ട്. ഈ നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ ചുറ്റുപാടും സൗത്ത് പോളിലേക്ക് ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കാം. ഒരു ലൈൻ ഓഫ് ഫോഴ്സ് ഞാൻ വരച്ചു. അനദർ ലൈൻ ഓഫ് ഫോഴ്സ് വരയ്ക്കാം. ദിസ് അനദർ ലൈൻ ഓഫ് ഫോഴ്സ്. നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് അവിടെ നിന്ന് ഞാൻ വേറൊരു ലൈൻ ഓഫ് ഫോഴ്സ് വരച്ചു. ടച്ച് ചെയ്യാൻ പാടില്ല ഒന്നൊന്നിനേക്കാം. നോർത്ത് പോളിൽ സൗത്ത് പോളിലേക്ക് നിന്ന് വേറൊരു ലൈൻ ഓഫ് ഫോഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. I can represent any number of lines of force depending upon the power of the magnet. ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ പവർ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ധാരാളം ലൈൻസ് ഓഫ് ഫോഴ്സിനെ വരയ്ക്കാം. നോർത്തിൽ നിന്ന് ആരംഭിച്ച് സൗത്തിൽ എത്തിച്ചേരുന്ന കുറേ ലൈൻസ് ഓഫ് ഫോഴ്സാണ് ഈ കാണിച്ചത്. കാന്തിക ബലരേഖകളെന്ന് പറയും മലയാളത്തിൽ. ഈ കാന്തമാണല്ലോ, അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ലൈൻ ഓഫ് ഫോഴ്സിനെ നമ്മൾ പറയും ഒരു ലൈൻസ് ഓഫ് ഫോഴ്സ്. അത് തന്നെയാണ് യൂസ് ചെയ്ത്. കാണാൻ പറ്റില്ല. ഒരു ബാർ മാഗ്നറ്റാണ്, ഇത് നോർത്ത് പോളാണ് സൗത്ത് പോളെന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ചുറ്റും നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും സ്മെല്ല് ചെയ്ത് നോക്കിയാലും ഒന്നും ഫീൽഡ് കാണാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റില്ല. ഫീൽ ചെയ്യണമെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് വേണം. വേറെ ബാർ മാഗ്നറ്റ് വെച്ചിട്ട് ഫീൽ ചെയ്യാം. ഇതിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് കൊണ്ടാണെങ്കിൽ റിപ്പൽ ചെയ്യും. അതാണ് ഫീലിംഗ്. അപ്പോൾ ഇതിന് ചുറ്റും ഫീൽഡ് ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. ഇതിനും ഫീൽഡുണ്ട്. ആ ഫീൽഡുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നോർത്തും അടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചാടി കളിക്കും. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. ഈ കയ്യിലും പിടിച്ചിട്ട് നോർത്തും അടുത്തടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ മുട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല ഹൈ പവർ മാഗ്നറ്റാണ്. സൗത്ത് പോള് അടുത്തടുത്ത് കൊണ്ടുവന്നാൽ ഇതിങ്ങനെ തെന്നി മാറുന്നത്. നമുക്ക് കയ്യെ അത്ര ഫോഴ്സ് വെച്ചിട്ട് മുട്ടിക്കാൻ പറ്റും. അത്ര ഫോഴ്സ് വെച്ചിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അല്പം കയ്യെ റിലീസ് ചെയ്താൽ, ഐ മീൻ ഫോഴ്സ് കുറച്ച് റിലീസ് ചെയ്താൽ തന്നെ അത് വിട്ടുവരും. കാരണം സൗത്തും പോൾസ് റിപ്പൽഡ് ആകും. നോർത്തും പോൾസ് നോർത്ത് പോള് റിപ്പൽഡ് ആകും. ഒരു നോർത്ത് പോളിൻ്റെ അടുത്തേക്ക് സൗത്ത് പോളാണ് കൊണ്ടുവരുന്നെങ്കിൽ, ഇത് നോർത്ത് പോളാണെന്ന് ഞാൻ പറഞ്ഞു, ഇത് സൗത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരുന്നെങ്കിൽ അറ്റാക്ക് ചെയ്യും, ചാടിപ്പിടിക്കും.
നമ്മൾ അടുത്ത് കൊണ്ടുവന്നാൽ മതി, നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, തന്നെ ചാടി പിടിച്ചോളൂ. നോർത്തും സൗത്തും പോൾസ് അട്രാക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് പോൾസ് വിൽ റിപ്പൽ ഈച്ച് അതർ. ലൈക്ക് പോൾസ് ഏതാ? നോർത്ത് ലൈക്ക് പോൾസ് ആണ്. ലൈക്ക് പോൾസ് വിൽ റിപ്പൽ ഈച്ച് അതർ. ഏതാ? സൗത്ത് പോൾസ് ലൈക്ക് പോൾസ് ആണ്. അൺലൈക്ക് പോൾസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഒരെണ്ണം നോർത്താണെങ്കിൽ മറ്റേ സൗത്താണ്, അത് അട്രാക്ട് ചെയ്യും. ഇത് സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ ചുറ്റുപാടും ഫീൽഡ് ഉണ്ട് എന്നുള്ളതിന് തെളിവ് വേറെ മാഗ്നറ്റ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് ചെയ്യുക. അല്ലാതെ ഒരു ബാർ മാഗ്നറ്റിൻ്റെ ചുറ്റും നടന്ന് നോക്കിയാൽ നോർത്ത് പോളിൻ്റെയോ സൗത്ത് പോളിൻ്റെയോ അടുത്ത് പോലും ലൈൻ ഓഫ് ഫോഴ്സ് ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് സ്മെല്ല് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റില്ല. മാഗ്നറ്റിൻ്റെ സൈഡൊന്ന് നമ്മൾ ടങ് വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ, നോ ഫീൽ, നോ ടേസ്റ്റ്. ഒരു ബിറ്റർനെസ് ഇല്ല, കയ്പില്ല, ഒരു സ്വീറ്റ്നെസ് ഇല്ല, മധുരമില്ല, ഒന്നുമില്ല, ചവർപ്പില്ല, ഒന്നുമില്ല. അപ്പം ഫീൽഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്മെല്ല് ചെയ്താലൊന്നും കിട്ടില്ല, കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാകും? വേറെ മാഗ്നറ്റ് വെച്ചിട്ട് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാകും. ആ ഫീൽഡ് ഇതിലേക്ക് ഇൻഡ്യൂസ് ചെയ്തേക്കുന്നു. എന്തുകൊണ്ട് ഇൻഡ്യൂസ്ഡ് ആയി എന്ന് പറയുന്നു? മാഗ്നറ്റ് ഞാൻ കൊണ്ടുവരാണല്ലോ ദൂരെ ഇരിക്കുന്ന മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നോർത്ത് പോള് ബ്ലാക്ക്, ഇത് സൗത്ത് പോള് വൈറ്റ്. ഈ നോർത്ത് പോൾ ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഇത് മൂവ് ചെയ്യുമ്പോൾ മാത്രം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. തിരിച്ചാൽ മൂവ് ചെയ്യുന്ന ആയിരിക്കട്ടെ. ഈ നോർത്ത് പോൾ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് നേരെ അകത്താണ്, അപ്പോൾ പോയിന്റ് ഇടത്തോട്ട് ചെല്ലും. ഈ നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് കൊണ്ട് അടുപ്പിക്കുമ്പോഴേ ഇവിടെ പോയിന്റ് വലത്തോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഫിഗർ കാണിക്കുന്നത്. എങ്കിൽ അടുത്ത പടം വരയ്ക്കാൻ പോണത് ഈ താഴേക്ക് വരച്ച ആരുണ്ടല്ലോ, ഈ ബാർ മാഗ്നറ്റ് താഴേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിന് തിരിച്ചൊരാരോ ഇങ്ങനെ ഇടും നമ്മുടെ അടുത്തൊരു പടത്തിൽ. നെക്സ്റ്റ് ഫിഗർ ഇത് തന്നെ വരയ്ക്കും. സോളിനോയിഡ് ഗാലനോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ പറയും. എന്നിട്ട് പറയും നോർത്ത് പോൾ ഓഫ് ദ ബാർ മാഗ്നറ്റ് ഇസ് ടേക്കൺ അവേ ഫ്രം. ആരോട്ടാണ് നോക്കുക? അടുത്തൊരു പടത്തിൽ ഇതൊക്കെ തന്നെയാണ് വരച്ചത്. മാഗ്നറ്റ് പിന്നെ വരച്ചിട്ട് നോർത്ത് പോൾ താഴെ തന്നെ കാണിച്ച് സൗത്ത് പോൾ മുകളിലും കാണിച്ചിട്ട് ആരോ ഇങ്ങനെ എടുത്ത് തിരിച്ചിടും. അതായത് നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഇസ് ടേക്കൺ അവേ ഫ്രം. അപ്പോൾ ഇവിടുത്തെ റിഫ്ലക്ഷൻ നേരത്തെ വലത്ത് വശത്തേക്ക് ആയിരുന്നെങ്കിൽ ഇടത്ത് വശത്തേക്ക് അവിടെ കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ പടത്തിൽ ഇപ്പം തൽക്കാലം മാച്ച് വരയ്ക്കാനുള്ള സമയം സേവ് ചെയ്യും. സൗത്ത് പോള് കൊണ്ടുവരുന്നു എന്നാണ് ഇനി പറയാൻ പോകുന്നത്. തേർഡ് ഫിഗറിൽ നോർത്ത് പോള് മുകളിലാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് നോർത്ത് എന്നാണല്ലോ, അപ്പോൾ തിരിച്ചു പിടിക്കട്ടെ. സൗത്ത് പോള് ദൂരെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇതിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. എങ്ങോട്ടായിരിക്കും? നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരുന്നു? റൈറ്റിലേക്കായിരുന്നു. അപ്പോൾ സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കണം? ലെഫ്റ്റിലേക്ക്. തേർഡ് ഫിഗർ വിൽ ഇല്ലസ്ട്രേറ്റ് അഗെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻവേഷൻ ഇൻ സം അതർ വേ. ഇങ്ങനെയാണ് സൗത്ത് പോൾ ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് ടുവേർഡ്സ് ദ സോളിനോയിഡ് which is forming a closed circuit with a galvanometer. It is seen that deflection is towards left. Pointer of the galvanometer is deflecting towards left because നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക് ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഒരു ആരോ നോക്കുക. എങ്ങനെയാണ് കറണ്ട് വരുന്ന ഒരു ആരോ നോക്കുക? ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. ഇങ്ങനെയാണ് കറണ്ട് ഒരു കേസിലെങ്കിൽ അടുത്ത കേസിൽ കറണ്ട് ഇങ്ങനെയാണ്. ഈ കറണ്ട് ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരച്ചേക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കേസ്, ഏത് കേസാണ്? അടുത്തൊരു കേസിൻ്റെ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ നോർത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴത്തെ കറണ്ട് ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷൻ. നോർത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ കറണ്ട് ഇങ്ങനെയാണെങ്കിൽ സൗത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ കറണ്ട് ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷൻ. നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തെ കറണ്ട് ഈ ഡയറക്ഷനിലാണ്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പോഴത്തെ ഡിഫ്ലക്ഷൻ ഈ പോയിന്റർ നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. പോയിന്റർ സൂചി ഈ പോയിന്റർ സീറോയിൽ നിന്ന് ഇടത്ത് വെച്ച് ഞാൻ ഗാലനോമീറ്റർ കാണിച്ചല്ലോ, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കൊക്കെ റീഡിങ് കണ്ടല്ലോ, അങ്ങനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇനി സൗത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴോ സൗത്ത് പോൾ എടുത്ത് മാറ്റാമല്ലോ. ഈ ആരോ തിരിച്ചിട്ടാൽ മതിയല്ലോ. ഈ ആരോ മറിച്ചിട്ട് കഴിഞ്ഞാൽ സൗത്ത് പോൾ മാറ്റുന്നു എന്നുള്ള നാലാമത്തെ പിക്ചറായി. സൗത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരുന്നു? ലെഫ്റ്റിലേക്കായിരുന്നു. അപ്പോൾ സൗത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക്. 4 പിക്ചറാണ് ഞാൻ വരയ്ക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒറ്റ പിക്ചർ വെച്ച് വരച്ചു. സോ വാട്ട് ഇസ് ദി കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ് ആണ് തുടക്കം.
ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇപ്പോൾ ഷോർട്ട് ഫോമിൽ EM ഇൻഡക്ഷൻ ഞാൻ പറയുള്ളൂ കേട്ടോ. EM ഇൻഡക്ഷൻ ബുക്കുകളിലൊക്കെ ഷോർട്ട് ഫോമിൽ അങ്ങനെയൊക്കെ എഴുതി പോകും അടുത്ത പാരഗ്രാഫിൽ. So what is electromagnetic induction? Which we can explain with the coil magnet experiment. Coil ഇനി വേറൊരു എക്സ്പെരിമെന്റ് കൂടി വരുന്നുണ്ട്, കോയിൽ എക്സ്പെരിമെന്റ്. അപ്പോൾ അവിടെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് ആണ്, സിമ്പിൾ. ഇതാണ് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പരീക്ഷണം ഇത് തന്നെയാണ്. വേറെ ഒന്നുമില്ല, ഒരു സ്പ്രിങ് എടുക്കുക, അത് കണ്ടക്ടർ ആയിരിക്കണം, മെറ്റാലിക് വയർ ആയിരിക്കണം, അതിൻ്റെ രണ്ടറ്റങ്ങളെ ഒരു ഗാലനോട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ ഒരു കീ വെച്ചാൽ നല്ലത്. സർക്യൂട്ട് ആദ്യം തന്നെ ഓൺ ആക്കുക, അതായത് ക്ലോസ് സർക്യൂട്ട് ആക്കുക. എന്നിട്ട് ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ആ കോയിലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുക, മുകൾ ഭാഗത്തു നിന്നും എന്ന് പറയാം, താഴത്തുനിന്ന് കൊണ്ടുവന്നാലും മതി. അപ്പം ഏതെങ്കിലും ഒന്ന് പറയണത് ടോപ്പ് സൈഡിൽ നിന്ന് ഈ മാഗ്നറ്റ് കൊണ്ടുവരിക, ദർ ഇസ് എ ഡിഫ്ലക്ഷൻ. ആ മാഗ്നറ്റ് അങ്ങനെ തന്നെ എടുത്ത് മാറ്റുക, ദർ ഇസ് എ ഡിഫ്ലക്ഷൻ. മാഗ്നറ്റിൻ്റെ മറ്റേ പോൾ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക, ദർ ഇസ് എ ഡിഫ്ലക്ഷൻ. ആ പോൾ റിമൂവ് ചെയ്യുക, ദർ ഇസ് എ ഡിഫ്ലക്ഷൻ. എന്നിട്ട് പറയാം, നോർത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ പോയിന്റർ ഓഫ് ദി ഗാലനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ വലത്തോട്ടാണെങ്കിൽ നോർത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴേ ഡിഫ്ലക്ഷൻ ഇടത്തോട്ടായി. സൗത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരുന്നു, അപ്പോൾ സൗത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്കായിരിക്കും. സൗത്ത് പോൾ എടുത്ത് മാറ്റുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരിക്കും. ഈ റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളതൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട. എന്ന് വെച്ചാൽ 2 കറണ്ട് ഡയറക്ഷൻ ഒക്കെ ഉള്ളൂ ഈ സർക്യൂട്ടിൽ. ആകെ 2 കറണ്ട് ഡയറക്ഷനേ ഉള്ളൂ, ഐദർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പം എന്നോട് ആരോ വരച്ചിട്ടാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കാണിക്കല്ലേ ഈ ആരോ കാണിച്ചത്. 5 ആമ്പിയർ, ഒരു 5 ആമ്പിയർ കറണ്ട് കൂടെ അയിന്ന് എഴുതിട്ട് കറണ്ട് ഇങ്ങനെയല്ലേ, അപ്പോൾ ഇതല്ലേ കറണ്ട് 5 ആമ്പിയർ. ആ കറണ്ട് ഇങ്ങനെ തിരിച്ചെത്തും. നമ്മുടെ നല്ല സെല്ലുണ്ടോ? ഇല്ല. സാധാരണ ഇതിനു മുമ്പ് പഠിച്ചതൊക്കെ കറണ്ട് പാസ് ചെയ്യുന്ന ഒരു സെല്ല് വേണം, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്രോതസ്, ഒരു സോഴ്സ് ഓഫ് EMF ഉണ്ടെങ്കിൽ ഇലക്ട്രോണിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്രോതസ്, അതാണ് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണല്ലോ കറണ്ട് എന്ന് പറയുന്നത്. മോട്ടിവേറ്റ് വെച്ചാൽ മൂവ് ചെയ്യാം. ഇലക്ട്രോണിൻ്റെ മോട്ടിവേഷനാണ് കറണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല. ഒരു ഇവിടെ കട്ട് ചെയ്ത സെല്ല് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബിലീവ് ചെയ്യാം ആ സെല്ലിൽ നിന്ന് കറണ്ട് വന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഇല്ല, പക്ഷേ അല്ലാതെ പോലെ കറണ്ട് ഉണ്ടായി. സോ വി ആർ കമ്മിങ് ടു ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. Whenever the magnetic field linked with a closed circuit changes. Circuit എന്നാണ് എഴുതുന്നത് കേട്ടോ. Whenever the magnetic flux linked with LINKED. Whenever the magnetic flux linked with a closed circuit changes. ഓരോ വാക്കുകൾ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് എഴുതി കാണിക്കുന്നത്. ഈ 3 വാക്കുകൾ ഇമ്പോർട്ടൻ്റ്. Whenever എന്ന് വെച്ചാൽ എപ്പോഴാണോ the magnetic flux എന്ന് വെച്ചാൽ ലൈൻസ് ഓഫ് ഫോഴ്സ്. magnetic flux എന്ന് വെച്ചാൽ magnetic lines of force. Whenever the magnetic flux linked with a closed circuit changes, a current is generated in the circuit. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ചേഞ്ചസ്. ഞാൻ പറഞ്ഞില്ലേ ഈ മാഗ്നറ്റ് അടുത്ത് ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് അനക്കാതെ പിടിക്കുകയാണെങ്കിൽ ഇതിലെ പോയിന്റേഴ്സ് 0 റീഡിങ് കാണിക്കും, നോ ഡിഫ്ലക്ഷൻ. പിന്നെ അകത്ത് കൊണ്ട് വച്ചാൽ പോലും ഈ പോയിന്റേഴ്സ് 0 റീഡിങ് കാണിക്കും. പിന്നെ നെയ്ബർഹുഡിൽ പുറത്തോ ഈ സൈഡിലോ ഈ ഉള്ളിൽ കയറ്റി വച്ചാൽ പോലും ഈ പോയിന്റർ 0 റീഡിങ് കാണിക്കും, മാഗ്നറ്റ് അനങ്ങുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ ചേഞ്ചസ് എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം. Whenever the magnetic flux linked with a closed circuit changes. അപ്പോൾ ആ ചേഞ്ച് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദൂരെയാണ് മാഗ്നറ്റ് ഇരിക്കുന്നതെങ്കിൽ ഈ കോയിലുമായി ബന്ധപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കുറച്ചേ ഉള്ളൂ, കാരണം ദൂരെയാണ് മാഗ്നറ്റ് ഇരിക്കുന്നത്. അടുക്കുമ്പോൾ ഈ കോയിലുമായി ബന്ധപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോൾ ഈ കോയിലുമായി ലിങ്ക് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സ് കുറച്ചുകൂടി കൂടി. ഇപ്പോൾ ഡെഫിനേഷൻ പൂർത്തീകരിക്കാൻ പോകണേ. Whenever the magnetic flux, the flux ആണ് ഈ കാണിച്ചത്, ലൈൻസ് ഓഫ് ഫോഴ്സ്. Whenever the magnetic flux linked with a closed circuit changes, an EMF is generated in the circuit. EMF എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. A current is generated in the circuit എന്ന് പറയാം. അങ്ങനെ ബുക്കുകൾ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് എന്നുള്ള മീനിങ്ങിൽ EMF എന്ന് പറയാം. A current is generated, an EMF is generated in the circuit. This phenomenon of generating a current or voltage in a circuit by inducing
a magnetic field with a closed circuit is known as electromagnetic induction. Definition repeat here. Whenever the magnetic flux linked with a closed circuit changes, a current or EMF is generated in the circuit. This phenomenon, this phenomenon, Faraday ഇതിൻ്റെ കുറേ പരീക്ഷണങ്ങൾ കാത്ത് നടത്തിയാണ്. ഫ്ലമിങ്ങിൻ്റെ റൂളൊക്കെ വരുന്നുണ്ട് വീണ്ടും. This phenomenon of generating a current or EMF in a closed circuit by inducing, എങ്ങനെയാണ് ഒരു EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റുക? By inducing a magnetic field with that circuit is known as electromagnetic induction. So the best way of introducing this topic is coil magnetic field. ഏറ്റവും എളുപ്പവഴി ടോപ്പിക് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പരീക്ഷണമാണ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡ്. സിമ്പിളാണ്, ഒന്നുമില്ല. നോർത്ത് പോൾ കൊണ്ടുവരിക, ഡിഫ്ലക്ഷൻ ഇങ്ങോട്ടാണെന്ന് കണ്ടു എന്ന് വിചാരിക്കട്ടെ. നോർത്ത് പോൾ എടുത്ത് മാറ്റുക, ഡിഫ്ലക്ഷൻ ഇങ്ങോട്ടാണ്. സൗത്ത് പോൾ കൊണ്ടുവരിക, നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണോ അതിൻ്റെ എതിർ ദിശയിലായിരിക്കും സൗത്ത് പോൾ കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ. സൗത്ത് പോൾ എടുത്ത് മാറ്റുക, എഗെയിൻ ഡിഫ്ലക്ഷൻ. സൗത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരുന്നു അതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മാറും. എന്തായാലും ആകെ രണ്ട് ഡയറക്ഷനിൽ ഈ പോയിന്റിന് ചലിക്കാൻ പറ്റുള്ളൂ. 0 എന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നിൽ ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാൻ, ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യാം. രണ്ട് ഡയറക്ഷൻ. അക്കോർഡിംഗ്ലി നമുക്ക് രണ്ട് കറണ്ടുകളെ പറയാൻ പറ്റും. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഈ കാണിച്ചത്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് കറണ്ട് അതർ കേസ്. രണ്ട് കറണ്ട് ഡയറക്ഷനിലെ പറയാനുള്ളൂ. സർക്യൂട്ടിൽ ക്ലോക്ക് വൈസ് പറയാം, ആൻറ്റി ക്ലോക്ക് വൈസ് പറയാം. അതുകൊണ്ട് കറണ്ട് വേറൊന്നുമില്ല. ആ ക്ലോക്ക് വൈസ് ആവട്ടെ, ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ആവട്ടെ. കറണ്ട് ഉണ്ടായോ? ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഒരു സെല്ല് ഉപയോഗിച്ചോ? ഇല്ല. സെല്ല് ഉപയോഗിക്കാതെ കറണ്ട് എങ്ങനെ ഉണ്ടായി? മാഗ്നറ്റിസം വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കി. Electricity generated by magnetic induction, which means by inducing. പ്രേരിപ്പിക്കുകയാണ്. ഒരു കറണ്ട് ഉണ്ടായാൽ ഇയാളെ പ്രേരിപ്പിക്കുകയാണ്, ഇൻഡ്യൂസ് ചെയ്യാം. By inducing a magnetic field with a closed circuit, it is possible to generate a current or EMF in a circuit which is a closed circuit. That phenomenon of generating a current or EMF in a closed circuit is known as electromagnetic induction. A definition of the note electromagnetic induction heading എഴുതിയിട്ട് പടം നമുക്ക് 4 പടങ്ങൾ വരയ്ക്കണം. ആദ്യം ഹെഡിങ് എഴുതിയിട്ട് ഡെഫിനിഷൻ എഴുതാം. എന്നിട്ട് നമുക്ക് ഫിഗറിലേക്ക് വന്നാൽ മതി. ആദ്യം നേരെ ഡെഫിനിഷൻ എഴുതാറുമാണ്. ആ ഒരു സെന്റൻസ് എഴുതിയതിന് ശേഷം ദിസ് ഇസ് എ ഫിനോമിനോൺ ബൈ വിച്ച് a current or EMF is generated in a closed circuit. A current or EMF is generated in a closed circuit by inducing a magnetic field with that circuit. By inducing a magnetic field with that circuit. The following diagrams will explain electromagnetic induction in detail. The following diagrams will explain electromagnetic induction in detail. The following diagrams will explain electromagnetic induction
ഇൻ ഡീറ്റെയിൽ. എന്നിട്ട് 4 പിക്ചർ വരയ്ക്കണം. എല്ലാത്തിലും നമ്മൾ വരയ്ക്കുന്നത് സോളിനോയിഡ് തന്നെയാണ്. 4 ഡിഫറെന്റ് ഫിഗേഴ്സ് കാണിക്കണം. ഫസ്റ്റ് ഫിഗറിൽ നോർത്ത് പോള് കൊണ്ടുവരുന്ന ഒരു ആരോ താഴേക്കിടും. ഡിഫ്ലക്ഷൻ ഓഫ് ഗാലനോമീറ്റർ വലത്തോട്ട് കാണിക്കും. ഒരു കറണ്ട് ഞാൻ ക്ലോക്ക് വൈസിൽ കാണിച്ചു എന്ന് വിചാരിക്കും. കറണ്ട് ഇവിടെ ആന്റി ക്ലോക്ക് വൈസിൽ ഇട്ടോ കേട്ടോ. 5 ആംപിയർ അങ്ങനെ വരുള്ളൂ. ഞാൻ പറയാം. കറണ്ട് ഞാൻ ആന്റി ക്ലോക്ക് വൈസിൽ ഇട്ടാൽ മതി. ഫസ്റ്റ് ഫിഗർ പോയിന്റർ റൈറ്റിലേക്ക് എന്ന് കാണിച്ചു. അടുത്ത കേസിൽ പോയിന്റർ ലെഫ്റ്റിലേക്ക് കാണിക്കണം. ജി. എന്താ വ്യത്യാസം? ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോള് എടുത്ത് മാറ്റാണ്. ആരോ നോക്കുക. സെക്കൻഡ് ഫിഗർ നോക്കുക. ഫിഗർ 2. ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസിൽ കാണിക്കണം. 5 ആംപിയർ ക്ലോക്ക് വൈസിൽ കാണിക്കണം. ഫിഗർ 2. അതേ മറിച്ച് ഫിഗർ 1 അതിൻ്റെ താഴെ. ഇനി ഫിഗർ 3 ആൻഡ് ഫിഗർ 4 ഫില്ലപ്പ് ചെയ്യാൻ പോണേ. ഫിഗർ 3 ആൻഡ് ഫിഗർ 4. ഫിഗർ 3 ഡിഫ്ലക്ഷൻ ഞാൻ റൈറ്റിലേക്ക് കാണിക്കാൻ കാരണം ഗാലനോമീറ്റർ ജി ബാർ മാഗ്നറ്റ് അതിൻ്റെ സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതായി കാണിച്ചേക്കുന്നത്. ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോള് കൊണ്ടുവരുന്നു. അപ്പോൾ നോർത്ത് പോള് കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ വലത്തോട്ടാണെങ്കിൽ സൗത്ത് പോള് കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ ഇടത്തോട്ടായിരിക്കും. ആരോ തിരിച്ചിടണം. നോർത്ത് പോള് കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കായിരുന്നു. നോർത്ത് പോൾ എടുത്ത് മാറ്റിയപ്പോഴത്തെ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്കായിരുന്നു. ആ ഫിഗർ 1 ഫിഗർ 2 മനസ്സിലാക്കാൻ വലിയ പാടില്ല. സൗത്ത് പോള് കൊണ്ടുവരുന്നതാണ് മൂന്നാമത്തെ പിക്ചർ. സൗത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് ടുവേർഡ്സ് എന്നാണ് കാണിച്ചിരുന്നത്, സോളിനോയിഡിന്റെ അടുത്തേക്ക്. അപ്പൊ നോർത്ത് പോള് കൊണ്ടുവരുമ്പോഴത്തെ ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കാണ് കാണിച്ചത്. ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആണ്. അപ്പോ ക്ലോക്ക് വൈസ് കറണ്ട് കാണിക്കുകയും ഓക്കെ നോർത്ത് പോള് എടുത്ത് മാറ്റിയപ്പോഴത്തെ അതേ കറണ്ട് ആൻസർ ഇവിടെ കിട്ടണം. ഇപ്പൊ ഇവിടുത്തെ ആരോ നോക്കൂ, പോയിന്റർ ഇടത്തോട്ട്, ഇവിടെ പോയിന്റർ ഇടത്തോട്ട്. രണ്ടും രണ്ട് പോൾസാ. ഫിഗർ 2 ഫിഗർ 3 നോക്കിയാൽ മനസ്സിലാവും. ഫിഗർ 2 എന്താ സംഭവം? നോർത്ത് പോൾ എടുത്ത് മാറ്റണം. അപ്പൊ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്? ലെഫ്റ്റിലേക്ക്. കറണ്ട് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ്. അപ്പൊ ഇവിടെ എന്താ മൂന്നാമത്തെ പടം? സൗത്ത് പോൾ കൊണ്ടുവരുന്നു. സൗത്ത് പോൾ ഇനി ഒന്നാമത്തെ പടം വെച്ചിട്ട് പറയാം. ഒന്നാമത്തെ പടത്തിൽ നോർത്ത് പോൾ കൊണ്ടുവരുന്നു, ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കാണ്. മൂന്നാമത്തെ പടത്തിൽ സൗത്ത് പോൾ കൊണ്ടുവരുന്നു, അപ്പൊ ഡിഫ്ലക്ഷൻ ലെഫ്റ്റിലേക്കാണ്. ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് അത് കാണിക്കണം. ഒരെണ്ണം പഠിച്ചാൽ പിന്നെ ബാക്കി പറയാൻ എളുപ്പമാണ്, ഒന്നുമില്ല. അതിന് ബാക്കിയെല്ലാം ക്യാരി ഓവർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. നാലാമത്തെ പടം കഴിഞ്ഞാൽ നമുക്ക് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് എഴുതാം. സൗത്ത് പോൾ എടുത്ത് മാറ്റണം. ആരോ നോക്കുക, കോയിലിന്റെ അടുത്തുനിന്ന് സൗത്ത് പോൾ എടുത്ത് മാറ്റണം. ഇവിടെ സൗത്ത് പോൾ കൊണ്ടുവരാണ് തേർഡ് ഫിഗറിൽ. ഫോർത്ത് ഫിഗറിൽ സൗത്ത് പോൾ റിലീസ് ചെയ്യാൻ എന്താണ്? മൂവിങ് അവേ ഫ്രം. അപ്പോൾ ഗാലനോമീറ്റർ പോയിന്റർ വലത്തോട്ട് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാക്കും. ഇവിടെ ലെഫ്റ്റിലേക്കായിരുന്നു ഡിഫ്ലക്ഷൻ എങ്കിൽ ഇവിടെ റൈറ്റിലേക്ക്. ഇവിടെ കറണ്ട് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ്. എല്ലാം കഴിഞ്ഞു. ഇതാണ് 4 പടങ്ങൾ. നമ്മൾ എഴുതുമ്പോൾ ഇത് 4 പടങ്ങളും വരച്ചിട്ട് എഴുതാൻ പറ്റിയാൽ നല്ലത്. കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് ചോദിക്കാറുണ്ട്, 3 മാർക്സ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ യൂസിങ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, കാരണം പഠിച്ചാൽ ബാക്കിയൊക്കെ അത് വെച്ചിട്ട് കോപ്പി ചെയ്ത് പോകണത്. ഫിഗർ 1 ഫിഗർ 2 ഫിഗർ 3 ഫിഗർ 4 എന്നെഴുതാം ഓരോന്നിൻ്റെ താഴെ. നമ്മൾ അതേ ഇല്ലസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഡെഫിനേഷനിലേക്ക് പോകാം. അപ്പോൾ ഡെഫിനേഷൻ ആയിട്ടില്ല. ഡെഫിനേഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം അപ്പോൾ അത് വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. There are 4 figures. F-O-U-R. 4 figures
to explain coil magnet experiment. There are 4 figures to explain coil magnet experiment. There are 4 figures to explain coil magnet experiment. Figure 1 shows a closed circuit of a solenoid with a galvanometer. Figure 1 shows a closed circuit of a solenoid with a galvanometer. Figure 1 shows a closed circuit of a solenoid with a galvanometer. The north pole of a bar magnet. The north pole of a bar magnet is brought towards the upper end of the solenoid. The north pole of a bar magnet is brought towards the upper end of the solenoid. അങ്ങനെയാണ് ഫിഗർ 1 കാണിക്കുന്നത്. So that pointer of the galvanometer deflects. Deflects എന്ന് പറയാം, എങ്ങോട്ടാണെന്നുള്ള എഴുതണമെന്നില്ല. Deflects indicating a current. Pointer of the galvanometer deflects ചെയ്യണം, indicating a current. Pointer of the galvanometer deflects ചെയ്യണം, എങ്ങനെ? indicating a current. Current indicating a current. Figure 2 shows the same experiment, but north pole is moved away from. Figure 2 shows the same experiment, but north pole is moved away from. Figure 2 shows the same experiment, but north pole is moved away from. North pole is moved away from the coil. Solenoid ആണ് ഉദ്ദേശിച്ചത്. coil. Away from the coil. Full stop ഇട്ടിട്ട് deflection of the pointer of the galvanometer. Deflection. അതേകൊണ്ട് ചലിക്കല്ലേ ഇങ്ങോട്ട്. ശരിക്കും പച്ച മലയാളം ഡിഫ്ലക്ഷൻ്റെ എന്താന്ന് പറയട്ടെ, വിഭ്രംശം എന്നാണ് കേട്ടോ മലയാളം ബുക്കുകൾ. സ്കൂൾ ക്ലാസ്സിൽ മലയാളത്തിൽ പഠിച്ചവർക്ക് അത് ക്യാച്ച് ചെയ്യപ്പെടും. ഞാൻ മലയാളത്തിൽ പഠിച്ചുകൊണ്ട് എനിക്കത് ക്യാച്ച്. വിഭ്രംശം എന്നാണ് ശരിക്കും വാക്കുകളാണ്. ഡിഫ്ലക്ഷൻ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. Pointer of the galvanometer deflects in the reverse direction. നേരത്തെ വലത്തോട്ടാണ് കാണിച്ചെങ്കിൽ ഇപ്പം ഇടത്തോട്ടാണ്. ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. പടം നിങ്ങൾ ചെക്ക് ചെയ്യണം, അങ്ങനെയല്ല നിങ്ങളെ പടങ്ങൾ. ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഇനി ഫിഗർ 3 ഫിഗർ 4 ഒറ്റ സെന്റൻസിൽ ഒതുക്കിയാൽ മതി. Similarly, experiment can be performed with the solenoid and magnet. Experiment can be performed with the solenoid and magnet. Using the south pole of the bar magnet. It is clear that galvanometer is deflecting. It is clear that galvanometer is deflecting. It is clear that galvanometer is deflecting. It is clear that galvanometer is deflecting.
എങ്ങോട്ടാണെന്നുള്ളതിന് പ്രസക്തിയുണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് കാര്യം മനസ്സിലാക്കി ഡിഫ്ലക്റ്റിംഗ് എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത പാരാഗ്രാഫായിട്ട് ഫ്രം ദിസ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് we can conclude the following. From this coil magnet experiment we can conclude the following. We can conclude the following. From this coil magnet experiment we can conclude the following. എന്നിട്ട് അടുത്ത പാരയായിട്ട് തുടങ്ങണം. ആ ഡെഫിനിഷൻ. Whenever the magnetic flux linked with whenever the magnetic flux linked with a closed circuit ആണല്ലോ ചെയ്യാം. Whenever the magnetic flux linked with a closed circuit changes underline ചെയ്യാം. Whenever the magnetic flux linked with important ആണ്. Whenever the magnetic flux linked with a closed circuit changes, ഇതെല്ലാം വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോമയിട്ടിട്ട് an EMF is generated. An EMF electromotive force. An EMF ബ്രാക്കറ്റിൽ ഓർ കറണ്ട് എന്നതാണ്. An EMF ബ്രാക്കറ്റിൽ ഓർ കറണ്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. An EMF ബ്രാക്കറ്റിൽ ഓർ കറണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് is generated in the circuit. An EMF or current is generated in the circuit. An EMF or current is generated in the circuit. This phenomenon of generating a current or EMF in a circuit. This phenomenon of generating a current or EMF in a circuit. This phenomenon of generating a current or EMF in a circuit by inducing by inducing a magnetic field with that circuit. By inducing a magnetic field with that circuit. By inducing a magnetic field with that circuit is known as by inducing a magnetic field with that circuit is known as electromagnetic induction. Is known as electromagnetic induction. ഇത് തന്നെയാണ് ഡെഫിനേഷൻ കേട്ടോ. എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടാണ്. ഒന്ന് വായിച്ചു നോക്കി. ഡെഫിനേഷൻ ഉത്തരം പഠിക്കാമോ? Whenever the magnetic flux linked with a closed circuit changes, an EMF or current is generated in the circuit. This phenomenon of generating a current or EMF in a circuit is known as EM induction. ഇതങ്ങനെയാണ് പഠിക്കുന്നത്. ഡെഫിനേഷൻ ചോദിച്ചാൽ this phenomenon is known as electromagnetic induction ഞാൻ മാർക്കിട്ടില്ല കേട്ടോ. അവസാനം എഴുതിയ സെന്റൻസ് എഴുതിയില്ലേ? This phenomenon is known as electromagnetic induction. അങ്ങനെ എഴുതിയ മാർക്കില്ല. അതിന് മുമ്പ് ആ സംഭവം എഴുതണം. എന്നിട്ട് അത് എഴുതിയാലേ മാർക്ക് തരുള്ളൂ. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ 3 മാർക്ക് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ യു ഷുഡ് റൈറ്റ് കോയിൽ മാഗ്നറ്റ്. അപ്പോൾ ഒരേ പടം വരച്ചാലും മതി. പെട്ടെന്ന് പരീക്ഷ എഴുതി തീർക്കാൻ വേണ്ടി ഒരു പിക്ചർ വരച്ചാലും മതി. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും മതി. നമ്മളിപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ 4 പടം വരച്ചിട്ട് പോകാം. എന്നിട്ട് 1 and 2 ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി നമ്മൾ എഴുതിയ മാതിരി സോൾവ് പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യാവുന്ന സംഭവം. ഇനി നമ്മൾ ചെയ്യാൻ പോകണം. ഈ വീഡിയോ നമുക്ക് കട്ട് ചെയ്യാം, കൂടുതൽ ലെങ്തി ആക്കരുത്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകണേ. പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ നിർത്താം. ഈ മാഗ്നറ്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ്റെ അളവ് എന്താണെന്ന് നീ പഠിക്കാൻ. പോയിൻ്റർ 0-ൽ നിന്ന് 4ാമത്തെ ഡിവിഷനിലേക്ക് വന്നോ അതോ 6ാമത്തെ ഡിവിഷനിലേക്ക് വന്നോ 15 ഡിവിഷൻ ഇങ്ങോട്ട് ഉണ്ട് 15 ഡിവിഷൻ ഇങ്ങോട്ട് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. ഗാലനോമീറ്ററിന് 0 നമ്മൾ നടുക്ക് കാണിച്ചതാണ്. ഇങ്ങോട്ടേക്ക് 15 ഡിവിഷനുണ്ട്, ഇങ്ങോട്ടേക്ക് 15 ഡിവിഷൻ. ആ 0-ൽ നിന്ന് പോയിൻ്റർ 4ാമത്തെ ഡിവിഷനിലേക്കാണോ വന്നേ അതോ 6ാമത്തെ ഡിവിഷനിലേക്കാണോ വന്നേ അതോ 15ാമത്തെ ഡിവിഷനിലേക്കാണോ വന്നേ അതോ ഇനി അതും കഴിഞ്ഞ് ഔട്ട് ഓഫ് സ്കെയിൽ പോയോ? 15 കഴിഞ്ഞാൽ കുറച്ച് സങ്കടപ്പെട്ടു. ഔട്ട് ഓഫ് സ്കെയിൽ പോകും, ചിലപ്പോൾ പോകാൻ പാടില്ല, ഗാലനോമീറ്റർ ഡാമേജോ. അങ്ങനെ എത്ര ഡിഫ്ലക്ഷൻ വലത്തോട്ടാവട്ടെ അല്ലെങ്കിൽ ഇടത്തോട്ടാവട്ടെ, ഡിഫ്ലക്ഷൻ റൈറ്റിലേക്കാവട്ടെ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കാവട്ടെ, എത്ര ഡിഫ്ലക്ഷൻ കിട്ടി എന്നുള്ളത് വിഷയമാണ്. എത്ര ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടായി എന്ന് പറയാം.
ഇൻഡ്യൂസ് കറണ്ട് എന്ന് ഞാൻ അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഉണ്ടായ കറണ്ടിന്റെ പേര് അതാണല്ലോ. നമ്മൾ പാസ് ചെയ്ത കറണ്ട് അല്ലല്ലോ, നമ്മളൊരു സെല്ല് വെച്ച് ഉണ്ടാക്കിയ കറണ്ട് അല്ലല്ലോ. ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടായ കറണ്ട് അല്ലേ. അവിടെ ഉണ്ടായ കറണ്ടിന് നമ്മൾ എപ്പോഴും പേരിടും ഇൻഡ്യൂസ് കറണ്ട്. EMF വേണമെങ്കിൽ എഴുതാം, ഇൻഡ്യൂസ്ഡ് EMF. എങ്ങനെ EMF എടുക്കണേ? ഈ കോയിലിന്റെ രണ്ടറ്റങ്ങളൊക്കെ ക്രോസ് ആയ ഒരു വോൾട്ട്മീറ്റർ ഘടിപ്പിച്ചാൽ ആ വോൾട്ട്മീറ്റർ റീഡ് ചെയ്യും ഒരു വോൾട്ടേജ്. ഏത് കേസിലും ഈ സോളിനോഡിന്റെ രണ്ടറ്റങ്ങളൊക്കെ ക്രോസ് ആയി ഒരു സാധാരണ വോൾട്ട്മീറ്റർ എടുത്ത് ഫിറ്റ് ചെയ്താൽ ആ വോൾട്ട്മീറ്ററിന്റെ പോയിന്റർ എത്രയോ മില്ലി വോൾട്ട് അല്ലെങ്കിൽ എത്രയോ മൈക്രോ വോൾട്ട് ആണെങ്കിൽ പോലും കാണിക്കും. അതാണ് EMF എന്ന് ഞാൻ പറയുന്നത്. ഒരു അമ്മീറ്റർ ആണ് ഈ സർക്യൂട്ടിൽ ഗാലനോമീറ്ററിന് പകരം വെച്ചേക്കണമെങ്കിൽ ആ അമ്മീറ്റർ ഒരു മില്ലി അമ്മീറ്റർ ആവട്ടെ, മൈക്രോ അമ്മീറ്റർ ആവട്ടെ, മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ, ചെറിയ കറണ്ടുകൾ, ആ ഒരു ചെറിയ കറണ്ട് ആണെങ്കിൽ പോലും അത് കാണിക്കും. അപ്പോൾ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടായി എന്നുള്ളതിന് തെളിവാണ് ഗാലനോമീറ്ററിന്റെ പോയിന്ററെ ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളത്. ഗാലനോമീറ്റർ വേണമെന്നൊന്നുമില്ല, നേരെ അമ്മീറ്റർ വയ്ക്കാം. നേരെ അമ്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ എത്ര കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. നോർത്ത് പോള് സ്ലോ ആയി മൂവ് ചെയ്തു. ഒരൊറ്റ എക്സ്പെരിമെന്റ് മതി നമുക്ക്, ഈ 4 എണ്ണമൊന്നും വേണ്ട. ആ ഒറ്റ കോയില്, ഫസ്റ്റ് കോയില് മാഗ്നറ്റും ചുറ്റും അത് മാത്രം പറഞ്ഞാൽ മതി. ഇനി പറയാൻ പോകുന്ന വേറെ കാര്യങ്ങളാണ്. മാഗ്നറ്റിന്റെ നോർത്ത് പോള് സ്ലോ ആയി മൂവ് ചെയ്യുന്നു, ഇവിടെ ചെറിയ ഡിഫ്ലക്ഷൻ മാത്രം ഉണ്ടാവും. മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഫാസ്റ്റ് ആയി മൂവ് ചെയ്യുന്നു, ഡിഫ്ലക്ഷന്റെ അളവ് കൂടുന്നു. ഒബ്സർവേഷനാണ്. ഈ പരീക്ഷണം നടത്തിയ സയന്റിസ്റ്റുകൾ ആരൊക്കെയാണോ അവരെ പല തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മാഗ്നറ്റ് സ്ലോ ആയി മൂവ് ചെയ്ത് നോക്കി, അപ്പോൾ ഇതിലെ ഡിഫ്ലക്ഷൻ കുറച്ചേ ഉള്ളൂ, 0-ൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തു. മാഗ്നറ്റ് ഫാസ്റ്റായി മൂവ് ചെയ്ത് നോക്കി, അതേ മാഗ്നറ്റ് അതേ പോള് നോർത്ത് പോള് കൊണ്ടുവന്നു, ഇതിലൊന്നും മാറ്റില്ല. ഒരു കേസ് സ്ലോ ആയി മൂവ് ചെയ്തു, ചെറിയ ഡിഫ്ലക്ഷൻ. അത് കഴിഞ്ഞ് ഫാസ്റ്റായി മൂവ് ചെയ്തു, വലിയ ഡിഫ്ലക്ഷൻ. അത് മെമ്മറിയിൽ വെച്ചോളൂ. ഇനി മാഗ്നറ്റ് മാറ്റാൻ പോണേ. ഈ സ്ലോ ആയി മൂവ് ചെയ്തു, ഫാസ്റ്റായി മൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊക്കെ ചെയ്യാം, ഈ പറയേണ്ട ആവശ്യമില്ല. നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് ബ്രോട്ട് സ്ലോലി, എ സ്മോൾ ഡിഫ്ലക്ഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ ഗാലനോമീറ്റർ. പോയിന്റർ ഓഫ് ദി ഗാലനോമീറ്റർ ഡിഫ്ലക്സ് ടു ലിറ്റിൽ ഡിവിഷൻ, ചെറിയ ഡിവിഷനിലേക്ക് മാറി. 0-ൽ നിന്ന് ഒരു 4-ാമത്തെ 5-ാമത്തെ ഡിവിഷനിലേക്ക് മാറി. ഫാസ്റ്റായി മൂവ് ചെയ്യുന്നു. പോയിന്റർ ഓഫ് ദി ഗാലനോമീറ്റർ ഡിഫ്ലക്സ് ടു ദി ഡിവിഷൻ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലിയ ഡിവിഷനിലേക്ക് മാറി. 12 15 എന്ന് പറയുന്ന അടയാളത്തിലേക്ക് മാറി. ആകെ ഇങ്ങോട്ടും 15 ഡിവിഷൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കിടപ്പുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ കറണ്ട് കിട്ടുക ഫാസ്റ്റായി മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഒബ്സർവേഷൻ. സ്ലോ മൂവ്മെന്റ് ഓഫ് ദി ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നതിൽ ഒരു ലോ കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. ഫാസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദി ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ കറണ്ട് ഉണ്ടാവുന്നു ഒരു ഒബ്സർവേഷൻ. അപ്പോൾ ഫോളോയിങ് തിങ്സ് ആർ ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കേസ് കൊണ്ടുവരാൻ പോകുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ മാഗ്നറ്റ് തന്നെ മാറ്റാൻ പോകും. നമ്മൾ ഉപയോഗിച്ച മാഗ്നറ്റ് ഈ മാഗ്നറ്റ് ആയിരുന്നു ആദ്യം, നോർത്ത് പോള് സൗത്ത് പോള്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന മാഗ്നറ്റ് ഇതാണ്, നോർത്ത് പോള് സൗത്ത് പോള്. എന്താ ഇത് കുറച്ച് ചെറിയ മാഗ്നറ്റ് ആണ്, അല്ലെങ്കിൽ പവർ കുറവാണ്. ഇത് കുറച്ചുകൂടി ബെറ്റർ മാഗ്നറ്റ് ആണ്. ഐ മീൻ ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും കുറച്ചുകൂടി പവർഫുൾ ആണ്. വീക്കായ മാഗ്നറ്റും സ്ട്രോങ് ആയ മാഗ്നറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി വീക്കാണ് ഇതിനേക്കാൾ, അല്ലെ ഇതാണ് സ്ട്രോങ് ഇതിനേക്കാൾ. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് മാഗ്നറ്റ് അത് മാറ്റാൻ പോകും. മാഗ്നറ്റ് പവർഫുൾ മാഗ്നറ്റ് വെച്ചിട്ട് അതേ പരീക്ഷണം ചെയ്യാൻ പോകും. നേരത്തെ ഈ മാഗ്നറ്റ് അതാണ് ഈ വരച്ചേക്കുന്നത്. ഈ മാഗ്നറ്റ് വെച്ചിട്ട് എത്ര സ്പീഡിൽ പരീക്ഷണം ചെയ്തുവോ പവർഫുൾ ആയ മാഗ്നറ്റ് വെച്ചിട്ട് അതേ സ്പീഡിൽ എക്സ്പെരിമെന്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്യണം. ഈ മാഗ്നറ്റ്, അതായത് ഈ വരച്ചേക്കണം, ഈ മാഗ്നറ്റ് വച്ചിട്ട് എത്ര സ്പീഡിൽ നമ്മൾ പരീക്ഷണ എക്സ്പെരിമെന്റ് ചെയ്തുവോ ഈ മാഗ്നറ്റാണ് ഈ വരച്ചേക്കണം വിചാരിച്ചു. അത് വെച്ചിട്ട് എത്ര സ്പീഡിലാണോ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തത് അതേ സ്പീഡിൽ ഞാൻ എക്സ്പെരിമെന്റ് ആവർത്തിക്കാൻ പോണത് പവർ കൂടിയ മാഗ്നറ്റ് വെച്ചിട്ടാണ്. സ്പീഡ് ഓഫ് മോഷൻ മാറ്റണ്ട. ഈ മാഗ്നറ്റ് സാധാരണ മാഗ്നറ്റ് ആണ്, വലിയ പവർ ഒന്നുമില്ല. എത്ര സ്പീഡിലാണോ മൂവ് ചെയ്ത് അതേ സ്പീഡിൽ വലിയൊരു മാഗ്നറ്റ് കൊണ്ടുവന്ന് പരീക്ഷണം ആവർത്തിക്കാമല്ലോ. വലിയ മാഗ്നറ്റ് ഞാൻ ഉദ്ദേശിച്ചത് സൈസ് അല്ല, സൈസ് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൈസ് അല്ല ഉദ്ദേശിച്ചത്, സൈസ് കൂടുതൽ കുറവ് വിഷയമല്ല. പോള്, നോർത്ത് പോള് സൗത്ത് പോള്, അതിൻ്റെ പൊളാരിറ്റി, ഐ മീൻ പോൾ സ്ട്രെങ്ത്. ഈ നോർത്ത് പോള് സൗത്ത് പോളിലേക്ക് ഒരു പൊളാരിറ്റി ഉണ്ട്, ഒരു പോൾ സ്ട്രെങ്ത് ഉണ്ട്, ഒരു പവർ ഉണ്ട്. ഒരു ആംബിയർ മീറ്റർ എന്ന യൂണിറ്റിൽ എഴുതുന്ന ഒരു പവർ ഉണ്ട്. ആംബിയർ മീറ്റർ എന്നൊരു യൂണിറ്റിലാണ് ഈ പൊളാരിറ്റി എഴുതുന്നത്. പിന്നീട് പഠിക്കും ആംബിയർ മീറ്റർ. അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും.
എത്രയോ ആംബിയർ മീറ്റർ പവർ ഉണ്ട് ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഒക്കെ. നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതിന്റെ പൊളാരിറ്റി അധികമില്ല, വീക്കായ മാഗ്നറ്റ്. ഇതിന്റെ നോർത്ത് പൊളാരിറ്റി, സൗത്ത് പൊളാരിറ്റി കുറച്ചുകൂടി പവർഫുൾ ആണ്. അപ്പൊ ഇത് കുറച്ചുകൂടി പവർഫുൾ മാഗ്നറ്റ് വെച്ചിട്ട് അതേ പരീക്ഷണം ആവർത്തിക്കാം. സാധാരണ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് എത്ര സ്ലോ സ്പീഡ് ആയിട്ടാണോ മൂവ് ചെയ്ത് അതേ സ്ലോ സ്പീഡിൽ മൂവ് ചെയ്തോളൂ രണ്ടാമത്തെ മാഗ്നറ്റ് വെച്ചിട്ട്. പക്ഷെ രണ്ടാമത്തെ മാഗ്നറ്റ് കുറച്ചുകൂടി പവർഫുൾ ആണ്. കുറച്ചുകൂടി പവർഫുൾ ആയ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് പരീക്ഷണം ആവർത്തിച്ചാൽ യു വിൽ സീ മോർ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. അപ്പൊ രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നത് സ്പീഡ് ഓഫ് മോഷൻ അല്ല, സ്പീഡ് സെയിം ആണ്. ഒരു വീക്കായ മാഗ്നറ്റ് വെച്ചിട്ട് എത്ര സ്പീഡിൽ മൂവ് ചെയ്തുവോ അതേ സ്പീഡിൽ ഒരു പവർഫുൾ മാഗ്നറ്റ് വെച്ചിട്ട് മൂവ് ചെയ്താൽ രണ്ട് കേസായി. എന്താ മോഷണ സ്പീഡ് ചിന്തിക്കണ്ട, ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഒന്നിന് പിന്നാലെ ഇത് കൊണ്ടുവന്നു ഒരു സ്പീഡിൽ, ഇത് കൊണ്ടുവന്നു രണ്ടാമത്തെ മാഗ്നറ്റ് അതേ സ്പീഡിൽ. പക്ഷേ പവർഫുൾ മാഗ്നറ്റ് വെച്ചിട്ടുള്ള പരീക്ഷണത്തിൽ ഡിഫ്ലക്ഷൻ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനിയും ചെയ്യാം, ആ മാഗ്നറ്റ് വെച്ച് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഒരെണ്ണം പറഞ്ഞാൽ മതിയാവും. രണ്ട് കേസ് അതാണ്. ഒരു മാഗ്നറ്റ് രണ്ട് സ്പീഡിൽ കൊണ്ടുവരിക, അതാണ് ആദ്യം പറഞ്ഞത്. ഒരു മാഗ്നറ്റ് രണ്ട് വ്യത്യസ്ത സ്പീഡിൽ കൊണ്ടുവരിക. സ്ലോ ആയി കൊണ്ടുവന്നു ചെറിയ ഡിഫ്ലക്ഷൻ, ഫാസ്റ്റായി കൊണ്ടുവന്നു വലിയ ഡിഫ്ലക്ഷൻ. അത് കഴിഞ്ഞു. ഇനി സ്പീഡ് കമ്പയർ ചെയ്യണ്ട. രണ്ട് മാഗ്നറ്റ് ഒരേ സ്പീഡിലാണ് കൊണ്ടുവരാൻ പോണത്. ഒന്ന് വീക്കായ മാഗ്നറ്റ്, ഐ മീൻ ഒരു സാധാരണ മാഗ്നറ്റ്, ദിസ് വൺ, ഇത് തന്നെ വായിച്ചു, ദിസ് വൺ, അതൊരു സ്പീഡിൽ കൊണ്ടുവരിക. പവർഫുൾ ആയ ഒരു മാഗ്നറ്റ്, കുറച്ചുകൂടി സ്ട്രോങ് ആയ മാഗ്നറ്റ് അതേ സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ, അതേ സ്പീഡിൽ കൊണ്ടുവരിക. പവർഫുൾ ആയ മാഗ്നറ്റ് അതേ സ്പീഡിൽ കൊണ്ടുവന്നപ്പോഴത്തെ ഡിഫ്ലക്ഷൻ കൂടുതലായിരുന്നു. നമ്പർ 3, മൂന്നാമത്തെ പോയിന്റ്, മാഗ്നറ്റ് ചേഞ്ച് ചെയ്യണ്ട. ഈ മാഗ്നറ്റ് തന്നെയാണ്, മാഗ്നറ്റ് ചേഞ്ച് ചെയ്യണ്ട. സ്പീഡ് ഓഫ് മോഷനും ചേഞ്ച് ചെയ്യണ്ട. ഇതൊരു കോയിലാണ്, ഇതൊരു കോയിലാണ്. എന്താണ് ഈ രണ്ട് കോയിലിന്റെ വ്യത്യാസം? ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലായല്ലോ സംഭവം എന്താണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് n, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് n1, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് n2. ഈ കോയിലുള്ള ചുറ്റുകളുടെ എണ്ണം 50 ആണെന്ന് വിചാരിക്കട്ടെ, ഈ കോയിലിലെ ചുറ്റുകളുടെ എണ്ണം 500 ആണെന്ന് വിചാരിക്കട്ടെ. ആവാലോ, കുറച്ചുകൂടി ക്ലോസ്ലി വൗണ്ട് സോളിനോയിഡ് ആണ്. അകത്തെയാണ് ചുറ്റുകളെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ 10 ടേൺസ്, ഇത് 20 ടേൺസ്, എന്താ പറയുക, എന്തെങ്കിലും 2 എക്സാം. n1 നമ്പർ ഓഫ് ടേൺസ് ഒന്നിലുണ്ട്. വേറെ ഒരു സോളിനോയിഡിനെ മാറ്റാൻ പോകണം. അപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ സങ്കല്പിക്കാൻ പോകണം. ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഒരേ സ്പീഡിൽ ചെയ്യാൻ പോകും, പക്ഷേ കോയിൽ മാറ്റാൻ പോകും. മാഗ്നറ്റ് മാറ്റേണ്ട ആവശ്യമില്ല, സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. മാഗ്നറ്റ് ചേഞ്ച് ചെയ്യണ്ട, മാഗ്നറ്റ് ചലിപ്പിക്കുന്ന സ്പീഡും ചേഞ്ച് ചെയ്യണ്ട. പക്ഷേ സർക്യൂട്ട് മാറ്റാൻ പോകും. ഒരു സർക്യൂട്ടിൽ n1 നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു സോളിനോഡ് ഉപയോഗിച്ചു, അടുത്ത സർക്യൂട്ടിൽ n2 നമ്പർ ഓഫ് ടേൺസ് ഉള്ള വേറെ സോളിനോഡ് യൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ സർക്യൂട്ട് ഗാലനോമീറ്റർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഒരു പ്രത്യേക സ്പീഡിൽ ഇതേമാതിരി എക്സ്പെരിമെന്റ് ചെയ്താൽ കിട്ടുന്ന ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ മാഗ്നറ്റ് തന്നെ അതേ സ്പീഡിൽ യൂസ് ചെയ്യണം, അതേ മാഗ്നറ്റ് അതേ സ്പീഡിൽ യൂസ് ചെയ്യണം. പക്ഷേ സർക്യൂട്ട് നമ്മൾ മാറ്റാൻ പോണേ, എന്ന് വെച്ചാൽ വേറെ കോയിലാണ് കൊണ്ടുവരാൻ പോണേ. ഈ കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് n1 ആണെങ്കിൽ കുറച്ചുകൂടി എണ്ണം കൂടിയ ഒരു സോളിനോയിഡ് എടുത്തിട്ട്, ചുറ്റുകളുടെ എണ്ണം കൂടിയ ഒരു സോളിനോയിഡ് എടുത്തിട്ട് പരീക്ഷണം ആവർത്തിച്ചാൽ എങ്ങനെയാണ് ആവർത്തനം? എ മാഗ്നറ്റ് ഈസ് ബ്രോട്ട്, അടുത്ത കേസിലും സെയിം മാഗ്നറ്റ് ഈസ് ബ്രോട്ട് വിത്ത് ദ സെയിം സ്പീഡ്, ബട്ട് വി ഹാവ് ചേഞ്ച്ഡ് ദ കോയിൽ. It is seen that more deflection is observed in the second case. ഇതാണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റിന്റെ വിശദാംശങ്ങൾ. ഒന്നുകൂടി പറയാം. There are 3 things which are observed in a coil magnet experiment. Number 1, a circuit is closed, a bar magnet is brought towards the solenoid, we observe a deflection. We repeat the experiment with the same coil, with the same magnet, but with more speed. More deflection is observed. Number 1. Number 2, we complete the circuit. Galvanometer is connected with the ends of the solenoid. Circuit is closed. Circuit is closed now. We are going to do the experiment with the 2 magnets. One magnet is weak, the other magnet is powerful.
സെയിം കോയിൽ, സെയിം സ്പീഡ് ഓഫ് മോഷൻ, ബട്ട് മാഗ്നറ്റ് ഈസ് ഡിഫറെൻറ്റ്. പവർഫുൾ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന കേസിൽ വി ഗെറ്റ് മോർ ഡിഫ്ലക്ഷൻ. Number 3, we have the closed circuit. Two circuits are there. One circuit is with N1 number of turns. The other circuit is with N2 number of turns. N2 is greater than N1. Same magnet is used in both the cases with the same speed. ഒരു മാഗ്നറ്റ് കൊണ്ടുവരുന്ന അതേ സ്പീഡിലാണ് മറ്റേ കോയിലിൻ്റെ മുകളിലേക്കും ഇതേമാതിരി കൊണ്ടുവരുന്നത്. മാഗ്നറ്റ് മാറ്റിയോ? ഇല്ല. സ്പീഡ് ഓഫ് മോഷൻ മാറിയോ? ഇല്ല. കോയിൽ മാറിയോ? യെസ്, കോയിൽ മാറി. നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ ഉപയോഗിച്ച കേസിൽ വി ഗെറ്റ് മോർ ഡിഫ്ലക്ഷൻ. അവിടെ നിന്നാണ് നമ്മൾ ടോപ്പിക്ക് കയറ്റാൻ പോകുന്നത്. 2 ലോസ് പഠിക്കണം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിക്കണം. ലെൻസസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതാണ് ഈ ചാപ്റ്ററിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. അതിലേക്ക് കയറാൻ നോക്കാം അടുത്ത വീഡിയോ. ഇത് കണ്ടവാനെന്ന്